എല്ലാവർക്കും നമസ്കാരം. ദ സ്കൂൾ ഓഫ് സക്സസ് ബൈ യോഷിനി മേനോൻ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് പില്ലോ മാനിഫെസ്റ്റേഷൻ ആണ്. ഒന്നിലധികം അഫർമേഷൻസ് അല്ലെങ്കിൽ ഒന്നിലധികം കാര്യങ്ങൾ ഒരേ സമയത്ത് നമുക്ക് ആഗ്രഹിക്കണമെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന മറ്റൊരു ടെക്നിക്കാണ് പില്ലോ മാനിഫെസ്റ്റേഷൻ ടെക്നിക്. ഇതിനു വേണ്ടി നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യം ഒരു പില്ലോ, ഒരു പേപ്പർ, പിന്നെ ഒരു പെന്നാണ്. നമ്മൾ കിടക്കുന്ന ഈ ഒരു പില്ലോ എടുത്താൽ മതി. ഈ പില്ലോ ഇതുപോലൊരു പേപ്പർ, ഇതിൽ ഞാൻ അഫർമേഷൻസ് എഴുതി വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പേപ്പർ എടുക്കുക. എന്നിട്ട് പേനുണ്ട് അല്ലെങ്കിൽ ഗ്രീൻ, ബ്ലൂ ഏത് പെണ്ണാണെങ്കിൽ ഉപയോഗിക്കാം. എന്നിട്ട് അത് എഴുതുക. ഓക്കെ, എഴുതിയതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് ഹോൾഡ് ചെയ്യുക. ഹോൾഡ് ചെയ്തിട്ട് അത് വായിക്കുക. ഓക്കെ, ഇത്രയും ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെയാണ് എന്നുള്ളത് നമ്മൾ അഫർമേഷൻസ് ആയിട്ട് എഴുതുമല്ലോ. ഇതുപോലെ വായിച്ചിട്ട് യു ആർ ഓൾറെഡി റിസീവ്ഡ് എന്ന് പറയുക. അതായത് നിങ്ങൾക്ക് ഓൾറെഡി ഇത് ലഭിച്ചു കഴിഞ്ഞു എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു പേപ്പർ എടുക്കുക. അതിൽ നമ്മൾ അഫർമേഷൻസ് എഴുതുക. ഏതൊക്കെ ആഗ്രഹങ്ങൾ നമുക്ക് സാധിക്കാനുണ്ടോ അതൊക്കെ നമുക്ക് എഴുതാം. അതിനുശേഷം ഇതുപോലെ അതൊന്ന് എടുത്ത് ഉറക്കെ വായിക്കുക. ഓരോ അഫർമേഷൻസും ഇങ്ങനെ വായിച്ച് പോവുക. അതിനുശേഷം യു ആർ ഓൾറെഡി അച്ചീവ്ഡ്, നിങ്ങൾ ഇതെല്ലാം നമുക്ക് ലഭിച്ചു കഴിഞ്ഞു എന്ന് നമ്മൾ അതുകൂടെ നമ്മൾ ഓൾറെഡി പറയുക. എന്നിട്ട് ഇതുപോലെ 4 മടക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ നമ്മുടെ പില്ലുണ്ടല്ലോ, ഇത് നമ്മൾ ചെയ്യേണ്ടത് കിടക്കാൻ നേരത്താണ്. അപ്പോൾ കിടക്കാൻ നേരത്ത് നമ്മൾ ചെയ്യേണ്ടത് ഈ പില്ലോ എടുത്തിട്ട്, അതായത് ഇതാണ് ഇതിൻ്റെ അടിഭാഗം, ഇതാണ് മോൾ ഭാഗം. അപ്പം ഞാൻ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു പേപ്പർ നമ്മൾ ഈ ഒരു ഭാഗത്തിലേക്ക്, അതായത് അടിഭാഗത്തിലേക്ക് ഞാൻ വയ്ക്കുകയാണ്. വച്ച് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു തലയിണയുടെ മുകളിൽ നമ്മൾ തല വെച്ച് കിടന്നുറങ്ങാന്നാണ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ഈ ഒരു മുകളിൽ നിങ്ങൾ ഒരിക്കലും വയ്ക്കരുത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കിടക്കുമ്പോൾ ഈ തൊട്ട് താഴെയല്ലേ ഈ ഒരു പേപ്പർ വരുന്നത്. അപ്പം നമുക്കത് കിടക്കുമ്പോൾ അതിങ്ങനെ ക്രഷ് ആവുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കില്ല. ഇതിങ്ങനെ അനക്കം, നമുക്ക് ഡിസ്റ്റർബ് ഉറക്കം. അപ്പം നമ്മുടെ ഉറക്കത്തിനൊന്നും ഡിസ്റ്റർബ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു തലവണയുടെ ഈ ഒരു ഭാഗത്ത്, അതായത് അടിഭാഗത്ത് പേപ്പർ വയ്ക്കുക. അതപ്പോൾ അവിടെ സേഫായിട്ട് ഇരുന്നോളും. എന്നിട്ട് നമ്മൾ ഇങ്ങനെ സുഖമായിട്ട് കിടന്നുറങ്ങുക. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ഫ്രീക്വൻസീസ് ഇവിടെ വരുന്നുണ്ട്. ഫിസിക്കൽ ആയിട്ടുള്ള കുറേ ഫ്രീക്വൻസീസ്, അതായത് ഇപ്പം എന്താ പറയുക, ഈ പെന്നിൻ്റെ ഫ്രീക്വൻസി വരുന്നുണ്ട്, ഇങ്കിൻ്റെ മഷിയുടെ ഫ്രീക്വൻസി വരുന്നുണ്ട്, പേപ്പറിൻ്റെ ഫ്രീക്വൻസി വരുന്നുണ്ട്, പില്ലോയുടെ ഫ്രീക്വൻസി വരുന്നുണ്ട്. ഇതെല്ലാം വരുന്നുണ്ട്. ഇതിലെല്ലാം നമ്മുടെ അഫർമേഷൻസ് എഴുതി സെറ്റാണ്. അപ്പോൾ ആ അഫർമേഷൻസിൻ്റെ ഫ്രീക്വൻസി ഉണ്ട്. അപ്പം നമ്മൾ കിടന്നുറങ്ങുമ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിന് അറിയാം, ഓക്കെ, ഇങ്ങനൊരു സംഭവം ഈ ഒരു ഇതിൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളത് സബ് കോൺഷ്യസ് മൈൻഡിന് അറിയാം. നമ്മളത് ഇത്ര കോൺഷ്യസ് മൈൻഡിന് അത് ബോധ്യമല്ലെങ്കിലും ഉറങ്ങുമ്പോൾ നമുക്ക് അറിയില്ലെങ്കിലും സബ് കോൺഷ്യസ് മൈൻഡ് അത് അവെയർ ആണ്. ഓക്കെ, ഇങ്ങനെ ഒരു സാധനം ഇവിടെ വച്ചിട്ടുണ്ട്, അഫർമേഷൻസ് ആണ് എഴുതിയിരിക്കുന്നത്, അതിനൊരു ഫ്രീക്വൻസി ഉണ്ട് എന്നുള്ളത് സബ് കോൺഷ്യസ് മൈൻഡിന് അറിയാം. അപ്പോൾ നമ്മളത് ടച്ച് ചെയ്ത് കിടക്കുമ്പോൾ അതിനെല്ലാം ആ ഒരു ഫിസിക്കൽ ടച്ച് നമുക്ക് കിട്ടുകയാണ് ചെയ്യണത്, അല്ലേ? അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളിങ്ങനെ ഉറക്കത്തിൽ ആ സബ് കോൺഷ്യസ് മൈൻഡ് ഇതെല്ലാം സത്യമാക്കാനായിട്ട് നോക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു പില്ല് ഉപയോഗിച്ച് നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡൗട്ട് ചെയ്യുന്നില്ല, അല്ലേ? നമ്മൾ ശരിക്കും പറഞ്ഞാൽ സറണ്ടർ ചെയ്യാണ്. നമ്മൾ ആ ഉറക്കത്തിലേക്ക് ഇങ്ങനെ കിടന്നുറങ്ങി, ഓക്കെ, ഇതെല്ലാം ഞാൻ വായിച്ചു, ഇത് ഞാൻ തലോണയുടെ അടിയിൽ വെച്ചു, അത് കഴിഞ്ഞ് ഞാൻ സുഖമായി ഉറങ്ങുന്നു, ഇതെല്ലാം ഞാൻ അച്ചീവ് ചെയ്ത് നിൽക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞ് ഉറങ്ങുമ്പോൾ പിന്നെ നമ്മൾ എണീച്ചിരുന്നു, അയ്യോ ഇത് നടക്കൂ, ഇത് നടക്കില്ല, അങ്ങനെ നമ്മൾ സംശയിക്കുന്നില്ലല്ലോ. ആ ഒരു ത്രൂ ആയിട്ട് നമ്മളൊരു 8-9 മണിക്കൂർ അല്ലെങ്കിൽ 6-7 മണിക്കൂർ നമ്മൾ ഉറങ്ങുമ്പോഴൊക്കെ നമ്മൾ ആ ഒരു വേറൊരു തലത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ അവിടെ ക്വസ്റ്റ്യനിങ് വരുന്നില്ല, ഡൗട്ടിങ് വരുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്യാണ്. എന്താ പറയുക, ഉറക്കം എന്ന് പറഞ്ഞ ഒരു മനോഹരമായ പ്രക്രിയയിലേക്ക് നമ്മൾ സറണ്ടർ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിന് അത് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും, അല്ലേ? നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ്, എന്തെങ്കിലും അഫർമേഷൻസ് നിങ്ങൾ ഉറങ്ങാൻ നേരത്ത് നിങ്ങൾ പറയണം. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് അത് പെട്ടെന്ന് നല്ല രീതിയിൽ ആക്റ്റീവായി നിൽക്കുന്ന സമയമാണല്ലോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ കിടന്നുറങ്ങുമ്പോൾ വളരെ നന്നായിട്ട് ആ സബ് കോൺഷ്യസ് മൈൻഡിന് ഒരു തടസ്സമില്ല. അതായത് നമ്മൾ കോൺഷ്യസ്ലി നമ്മളത് നെഗറ്റീവ് ഒന്നും ചിന്തിക്കുന്നില്ല. അപ്പോൾ ഒരു തോട്ടും ഇല്ലാണ്ട്, ഒരു നെഗറ്റീവ് തോട്ടും ഇല്ലാണ്ട് സബ് കോൺഷ്യസ് മൈൻഡ് അത് നല്ല രീതിയിൽ പ്രവർത്തിപ്പിച്ചെടുക്കാൻ പറ്റും, അല്ലേ? അപ്പോൾ ഇതാണ് നമ്മൾ പില്ലോ മാനിഫെസ്റ്റേഷൻ. ഒരുപാട് റിസൾട്ട്സ് കിട്ടുന്നതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ രാത്രി ഉറങ്ങാൻ നേരത്ത് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു അതെല്ലാം നേരിട്ട് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കിട്ടുന്ന സംഭവമാണ്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പില്ലോ മാനിഫെസ്റ്റേഷന് ഒരുപാട് റിസൾട്ട്സ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ യൂട്യൂബിൽ കമൻസ് അല്ലെങ്കിൽ ഇതുപോലെ പില്ലോ മാനിഫെസ്റ്റേഷൻ ഒക്കെ നിങ്ങൾ അടിച്ചു കൊടുത്തേക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരുപാട് നല്ല റിസൾട്ട്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ഞാനും ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു ആഗ്രഹം അതുപോലെ സാധിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് എനിക്ക് ഒരാഴ്ച കൊണ്ട് വേണ്ട ഒരു ആഗ്രഹമായിരുന്നു, അത് നടന്നിട്ടുണ്ടായിരുന്നു. ഞാനത് വെച്ച് ഇതുപോലെ കിടന്നുറങ്ങുന്നു. അപ്പോൾ കിടന്നുറങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം ഓക്കെ, ഞാനത് അച്ചീവ് ചെയ്തതെന്ന് വളരെ സന്തോഷത്തോടുള്ള അറ്റ്മോസ്ഫിയറിലാണ് നമ്മൾ ഉറങ്ങാൻ പോകുന്നത്. കാരണം നമുക്കപ്പോൾ രാവിലെ എണീക്കുമ്പോഴും ഞാൻ നേരെ ആ പേപ്പറാണ് എടുത്ത് വായിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ ഒരാഴ്ചയോളം ഞാൻ ചെയ്തിരുന്നു. എൻ്റെ അത് സക്സസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത്. പക്ഷെ ഇപ്പോഴൊന്നല്ല, കുറേ കാലം മുമ്പാണ്. ഞാനിത്
ഓരോ ടെക്നിക്കും നമ്മൾ ഓരോ രീതിയിൽ ചെയ്ത് വന്നിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ആക്കണത്. ഓക്കെ, അപ്പോൾ എന്താ പറയുക, ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ടെക്നിക്കാണിത്. ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ നമുക്ക് വേറെ ഒന്നുമില്ല, ഇതുപോലെ ഒരു പേപ്പർ എടുക്കുക, അഫർമേഷൻസ് എഴുതുക, അത് ഉറക്കെ വായിക്കുക, കയ്യിൽ പിടിച്ചുകൊണ്ട് ഉറക്കെ വായിക്കുക. ഇതെല്ലാം ഞാൻ നേടിക്കഴിഞ്ഞു എന്ന് നമ്മൾ ഉറക്കെ പറയുക. അതിനുശേഷം ഇതുപോലെ മടക്കിയിട്ട് തലോണ എടുത്തതിന് ശേഷം തലോണയുടെ ഈ ഒരു ഭാഗത്ത്, അതായത് ഈ ഒരു താഴ്ഭാഗത്ത് വെക്കുക. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കൊന്നും ഡിസ്റ്റർബ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മോൾ ഭാഗത്ത് വെക്കാത്തത്. നമ്മുടെ തല നേരെ ഇവിടെയല്ലേ വരണത്. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ചുകൊണ്ട് നമ്മൾ ഉറങ്ങാൻ പോകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സബ് കോൺഷ്യസ് മൈൻഡ് ഏറ്റവും ആക്റ്റീവായി നിൽക്കുന്ന സമയമാണ്. സബ് കോൺഷ്യസ് മൈൻഡിന് അറിയാം ഈ ഒരു സംഭവം ഇവിടെ ഉണ്ട്, ഇത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫ്രീക്വൻസിയിലേക്ക് എത്താനും ആ ഒരു ആഗ്രഹങ്ങളൊക്കെ സാധിക്കാനായിട്ടും ഇത് വളരെയധികം സബ് കോൺഷ്യസ് മൈൻഡ് വളരെയധികം ശ്രമിക്കും. ഓക്കെ, അങ്ങനെ നമ്മുടെ ഒരു പില്ലോ മാനിഫെസ്റ്റേഷൻ, അതായത് ഉറക്കത്തിലൂടെ നമ്മുടെ സ്വപ്നങ്ങൾ സാധിക്കുന്ന രീതിയാണത്. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് എല്ലാവരും ചെയ്തു നോക്കുമെന്ന് വിചാരിക്കുന്നു. കാരണം സിമ്പിളാണ്, വേറൊരു പരിപാടിയും ഇല്ല. ഒരു തവണ എഴുതിയാൽ മതി. ഒറ്റ തവണ നമ്മൾ ആ പില്ലോ, ആ ഒരു മാനിഫെസ്റ്റേഷൻ എന്തൊക്കെ വേണം എന്നുള്ളത് നമ്മൾ എഴുതിയതിന് ശേഷം പില്ലോടെ അടിയിൽ വെക്കുക. സുഖമായിട്ട് അതിൻ്റെ പുറത്ത് കിടന്ന് ഉറങ്ങുക. രാവിലെ എണീറ്റ് പറ്റുമെങ്കിൽ അത് നേരിട്ട് തന്നെ വായിക്കുക. അപ്പോൾ നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡ് ആക്റ്റീവായി നിൽക്കുന്ന സമയത്ത് എണീക്കുന്ന സമയവും ആക്റ്റീവ് ആണല്ലോ. അപ്പോൾ അതും ഒന്ന് ചെയ്ത് നോക്കുക. 21 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ആഗ്രഹങ്ങൾ സാധിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് ദിസ് ഈസ് റോഷ്നി മാനൻ സൈനിങ് ഓഫ്.